ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാം റമദാൻ സ്നാക്ക് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയല്ലേ ഉണ്ടാക്കല്. അപ്പം ഇപ്രാവശ്യം ഒന്ന് വ്യത്യസ്തമാക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബട്ടർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പുതിയൊരു ബ്ലെൻഡർ അൺബോക്സ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വീഡിയോ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഇനാം കാർഡിൽ കിട്ടിയതാണിത്. നെസ്റ്റോ എന്നാണ് ഞാൻ അധികം പർച്ചേസ് ചെയ്യല്. അപ്പം പിന്നെ നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞ് ബില്ലടിക്കുന്ന ടൈമിന് നമ്മൾ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാർഡിൽ പോയിന്റ് വരും. പോയിന്റ് 2023 24 ആ ഒരു ടൈമിനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് 246 ആ ഒരു ദിറംസിൻ്റെ പർച്ചേസ് ചെയ്യാനായി. അങ്ങനെ 3 എണ്ണം വാങ്ങിയിട്ടുണ്ടേനും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മിക്സി അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഹാൻഡ് മിക്സി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ബ്ലേഡ് അത്ര സ്മൂത്ത് അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് മേടിച്ചതാണ്. ഇതും അതുപോലെ തന്നെയാണ്, ഒരു വാട്ടർ ബോട്ടിൽ ടൈപ്പാണ് ഇത് കേട്ടോ. ഇത് നമുക്ക് മിക്സി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ 2 എണ്ണം ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ ലിഡും ഉണ്ട്. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റും ഇല്ല കേട്ടോ. ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നതിൻ്റെ തൊട്ട് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഇത് ജിപാസിൻ്റെ പ്രൊഡക്റ്റ് ആണ്. 2 ഇയർ വാറണ്ടി, അതുപോലെ തന്നെ 500 വാട്ട്സ് എന്നെല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഉപയോഗിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതിന് പുറമെ ഞാൻ എയർ ഫെയറും ബീറ്ററും മേടിച്ചിട്ടുണ്ട്. അതും നല്ല സാധനമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്യുന്നതെല്ലാം. എയർ ഫ്രയർ ഞാൻ ഇതിൽ മുന്നേ ഒരു പപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് എനിക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനിയും പുതിയ റെസിപ്പി ഞാൻ അതിനെ കൊണ്ട് ഇടാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. മെയിനായിട്ട് ഈ ഒരു കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്തത്. ബ്ലാക്കും ആ ഒരു സിൽവർ മിക്സ് ആയിട്ടുള്ളത്. കറക്റ്റ് ഞാൻ വിചാരിച്ചത് ഒരൊറ്റ ഹാൻഡ് മിക്സർ വാങ്ങിക്കണമെന്നേനും. പക്ഷേ അതിലും എനിക്ക് നല്ല ക്വാളിറ്റിയും നല്ല പ്രൈസിനും കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാർഡ് വെച്ചിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ പോലെയാണ്. കാരണം നമ്മൾ സാധനം മേടിച്ചിട്ട് അപ്പാടിങ്ങ് പോരും. പക്ഷേ ഈ ഒരു നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് നമുക്ക് അതിൽ പോയിന്റ് കിട്ടിയിട്ട് നമുക്ക് ഇത്ര എമൗണ്ടിന് സാധനം മേടിക്കാൻ പറ്റും. എയർ ഫെയറെല്ലാം ഞാൻ പൈസ കൂടുതലല്ലെന്ന് വെച്ചിട്ട് ഇതുവരെ ഞാൻ മേടിക്കാണ്ട് വെച്ചതേനും. പക്ഷേ ഇത് അത്രയും നല്ല നോക്കിയിട്ട് തന്നെ മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാത്തോലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സാധനം മേടിച്ച് കഴിഞ്ഞാൽ പോയിന്റ് നോക്കുക കേട്ടോ. അതുപോലെ നാട്ടിലും ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ സഫാരി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാത്രങ്ങളും ബൗളുകളെല്ലാം ഞാനങ്ങനെ മേടിച്ചിട്ടുണ്ട് പോയിന്റ് വെച്ചിട്ട്. ഇനി നമുക്ക് ബട്ടർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അവക്കാടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇതും ഞാൻ ഇതിൽ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുണ്ട്. ആ ടൈമിന് പഴുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഈ റെസിപ്പി കാണിച്ചിട്ടില്ല. ഇത് ഒന്ന് മതി കേട്ടോ. ഒരു ബട്ടറിന് 500 ml കട്ട പാലാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഞാൻ ഈ പാല് കുറച്ച് നേരത്തെ വെച്ചതുകൊണ്ട് അധികം കട്ടിയായിട്ടില്ല. നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു അവക്കാടോ കൗണ്ട് കൂടാനെല്ലാം നല്ലൊരു സാധനമാണെന്ന് പറയുന്നേക്കാം. ഉപ്പ ഇത് നോർമലായിട്ട് കഴിക്കലുണ്ട്. ആദ്യമെല്ലാം എനിക്ക് കഴിക്കാൻ ഭയങ്കര മടിയേനും. അപ്പാടിത് കഴിക്കാം. പിന്നെ ഇത് നിർബന്ധിച്ച് തരും. ഇത് ഇംഗ്ലീഷുകാരും അതുപോലെ മറ്റുള്ള ആൾക്കാരെല്ലാം ബ്രെഡിൻ്റെ കൂടെ എല്ലാം കഴിക്കും, സാൻഡ്വിച്ച് എല്ലാം ആക്കിയിട്ട്. പക്ഷേ നമുക്ക് എരിവിട്ടൊരു കളിയില്ല. എരിവില് സാൻഡ്വിച്ച് പോലെയും അതുപോലെ ചിക്കൻ വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കല്. അപ്പം ഞാൻ എല്ലാം തൊലി വേറെയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 4 ആൾക്ക് കഴിക്കണമെങ്കിലെല്ലാം ഒറ്റൊരു ബട്ടർ മതി. ഒരു ബട്ടറും 500 ml പാലും മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗറും. ഇത് ഞാൻ ഇട്ടത് കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്രയൊന്നും വേണ്ടയില്ല. എന്നിട്ട് ഞാൻ തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ട പാലാണ് നല്ലത്. തണുത്ത പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഐസും കട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ബ്ലെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു മിക്സീൻ്റെ അത്ര ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ സ്മൂത്തായിട്ട് അടിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഞാനൊരു 4 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതിൽ തേങ്ങയും അരിയൊന്നും അരക്കാണ്ട് ജ്യൂസ് മാത്രം അടിച്ചെടുക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് മാത്രമാണ് കേട്ടോ പറ്റുള്ളൂ. പിന്നെ മക്കൾസിനെല്ലാം ഈ ക്യാരറ്റെല്ലാം പൊങ്ങിയിട്ടെല്ലാം ഇതിൽ അടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതിൽ കുറേ ബട്ടണൊന്നും ഇല്ല കേട്ടോ. ഒരൊറ്റ പ്രസ് ബട്ടണേ ഉള്ളൂ. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അടിഞ്ഞ് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നോട് വിട്ടുപോയതാണ്, ആദ്യം ഇട്ട് കൊടുക്കേണ്ടതേനും. അപ്പം ഞാൻ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ലാസ്റ്റ് ഇത് സെർവ് ചെയ്യുന്ന സമയത്തും ഞാൻ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് പാലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മക്കൾസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മിൽക്ക് ഷേക്ക്. പിന്നെ ഹസ്ബൻഡിനും. ഇത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണല്ലോ ഇത്. പ്രത്യേകിച്ചിട്ട് നമ്മളെ വീട്ടിലത്തെ പറമ്പിലുണ്ടായ ഒരു അവക്കാടോ. അങ്ങനെ അവക്കാടോ അടിച്ചിട്ടുണ്ട്. ഇനിയും അത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാനുണ്ട്. ഈ ഒരു ടൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അത് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. ഇതിൽ ഞാൻ ലാസ്റ്റ് ഇതിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഇത് ഞാൻ ഈ ഒരു ബോട്ടിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സെർവ് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഞാൻ നോമ്പ് തുറക്കുന്ന ടൈമിന് ടേബിളിൽ വെച്ച് കൊടുക്കുന്നതും. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ നട്ട്സ് പൊടിച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഉറുമാമ്പഴം അങ്ങനെ
തന്നെ ഇട്ട് കൊടുക്കാം. ഇതുവരെയായിട്ടും ഈ ഒരു മിൽക്ക് ഷേക്ക് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിൽക്ക് ഷേക്ക് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. നോമ്പ് തുറക്കേണ്ട സ്നാക്കും അതുപോലെ മുത്താത്തിൻ്റെ റെസിപ്പീസ് എല്ലാം റമദാൻ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാൽ മതി. ഇനിയും ഞാൻ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.